2019 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് പത്തനംതിട്ടയിലെ കാൻഡിഡേറ്റ് ആൻഡോ ആൻ്റണി, യു ഡി എഫ് കാൻഡിഡേറ്റ് ആൻഡോ ആൻ്റണി, LDF കാൻഡിഡേറ്റ് വീണ. ആ സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിലിരുന്ന് എൻ്റെ ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ രാഷ്ട്രീയത്തിൽ ഉണ്ട്, പക്ഷെ പദവികൾ വഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരവധി പ്രാവശ്യം ആൻഡോ ആൻ്റണിയുടെ ഭാര്യ എന്നെ കാണാനായിട്ട് എൻ്റെ ഓഫീസിൽ വരുന്നു. പിന്നീട് അവർ പല പ്രാവശ്യം വീട്ടിൽ വരുന്നു. രാത്രി സമയങ്ങളിൽ ആൻഡോ ആൻ്റണി തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാനായിട്ട് ഭാര്യയെ മൊത്തം വീട്ടിൽ വരുന്നു. അവരുടെ ക്യാമ്പയിനിങ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരുദ്ദേശിച്ച ഫണ്ട് അവർക്ക് വന്നില്ല. അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞ് ആ ക്യാമ്പയിനിങ്ങിലെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം അവിടെ തെറ്റാണ്. ഹലോ, നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ തന്ത്രി ഇട്ട കാശ് മറ്റ് വേറെ വല്ലവരും പേരിലിട്ടോ എന്ന്, വേറൊരു ജനപ്രതിനിധിയുടെ പേരിലിട്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. ഇട്ടു എന്നുള്ളതല്ല. ആൻഡോ ആൻ്റണി എൻ്റെ അടുത്തുനിന്ന് ലോൺ എടുത്തു. പക്ഷേ ഈ 2 കാലയളവും വ്യത്യാസമാണ്. തന്ത്രിയുടേതുണ്ട് എന്ന് പറയുന്നത് 2022, 23, 24 കാലയളവിലാണ്. ഇത് 2019 അപ്പോൾ ഇത് 2 സംഭവം തമ്മിൽ ബന്ധങ്ങളില്ല. എനിക്ക് ആൻഡോ ആൻ്റണിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല. അതാ പറയാൻ വന്നേ. എനിക്ക് ആൻഡോ ആൻ്റണിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ 2 മാസത്തിനകം ഈ കാശ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷമായി. 1000 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ എൻ്റെ മകളടക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അങ്കിളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. ബാക്കി പണം ആൻഡോ ഇന്ന് വരെ തിരികെ തന്നിട്ടില്ല.